കരിവെള്ളൂർ ദേശീയപാതയിൽ കാൽനടയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ വാഹനം ഒടുവിൽ പോലീസിന്റെ വലയിലായി. 20 ദിവസത്തോളമായി മംഗളൂരു കങ്കനാടിയിലെ വർക്ക്ഷോപ്പിൽ ഒളിപ്പിച്ചു വെച്ച പിക്കപ്പ് വാനാണ് പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇക്കഴിഞ്ഞ മെയ് 3 രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. കരിവെള്ളൂർ ചെറുമൂലയിലെ സുധീഷിനെയാണ് കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ സുധീഷ് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇടിച്ചു വീഴ്ത്തിയ വാഹനം നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയും ചെയ്തു. ദേശീയപാതയിൽ നടന്ന ഈ അപകട സ്ഥലത്ത് ആവശ്യത്തിന് വെളിച്ചമോ CCTV ക്യാമറകളോ ഉണ്ടായിരുന്നില്ല. ഇത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പിൻഭാഗം മൂടിയ ഒരു വാഹനമാണ് അപകടമുണ്ടാക്കിയതെന്ന ദൂരെ നിന്ന് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ അവ്യക്തമായ സംശയം മാത്രമായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്ന ഏക പിടിവള്ളി. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് കടമ്പേരി, അബ്ദുൽ ജബ്ബാർ, അബി സിനാൻ എന്നിവരടങ്ങുന്ന പ്രത്യേക സ്ക്വാഡിനെ കേസ് ഏൽപ്പിക്കുന്നത്. തുടക്കത്തിൽ യാതൊരുവിധ സൂചനകളും ലഭിക്കാതിരുന്നിട്ടും ഈ മൂവർ സംഘം അന്വേഷണത്തിൽ നിന്നും പിന്മാറിയില്ല. തെക്ക് കണ്ണൂർ വരെയും വടക്ക് മംഗളൂരു വരെയുമുള്ള ദേശീയപാതയോരത്തെ 100ഓളം CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു. ഇതിനിടയിലാണ് മഞ്ചേശ്വരത്ത് നിന്നും വാഹനത്തെക്കുറിച്ചുള്ള നിർണായക സൂചന ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക അതിർത്തി കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലൂടെ കങ്കനാടിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും വാഹനം കണ്ടെത്തുകയായിരുന്നു. മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് മത്സ്യവുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത് പെട്ടെന്ന് നന്നാക്കിയെടുക്കാനാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടിരുന്നത്. വാഹനത്തോടൊപ്പം ഇതിന്റെ ഡ്രൈവറായ മുഹമ്മദ് അൽഫാമിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.